അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് പുലമന്തൂൽ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട ചിരട്ടാമല പ്രദേശത്തെ ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾ. ഏറെ ദുരിതപൂർണമാണ് ഇവരുടെ ജീവിതം. ഞങ്ങൾക്കിനി പൈസ തന്നാൽ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് പോലും അറിയാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് പുലാമന്തോൾ പഞ്ചായത്തിൽ. പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട ചിരട്ടാമല പ്രദേശത്തുള്ള ആദിവാസി കോളനിയിലെ തലമുതിർന്ന സ്ത്രീ പറഞ്ഞതാണിത്. ഇവിടുന്ന് കുറച്ചൊരു കിലോമീറ്റർ അങ്ങോട്ട് പോകണം, പക്ഷെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല. നടന്നു പോകാൻ തന്നെ വളരെ ദുർഘടമായ ഒരു സ്ഥലമാണ്. നടക്കാനുള്ള ദൂരം കാറ് പോവില്ല, വണ്ടി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പൈസ കിട്ടുമ്പോൾ അങ്ങ് വോട്ടിക്ക് പോകും. പൈസ കിട്ടിയിട്ട് പോറട്ടെ. മറ്റൊന്നും കൊണ്ടല്ല ഇവർ ഇങ്ങനെ പറയുന്നത്. വോട്ട് ചെയ്താൽ പണം തരാമെന്ന് പറഞ്ഞ് ആരൊക്കെയോ ഇവരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാത്തവരാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവരുടെ വോട്ട് പിടിച്ചെടുത്തത്. 16ാം ലോക്സഭാ ഇലക്ഷൻ പടിവാതിലിൽ എത്തുമ്പോൾ ഈ കോളനി നിവാസികളുടെ ദുരിതം പുറം ലോകം തിരിച്ചറിയുകയാണ്. കുട്ടികളും കുടുംബവുമൊക്കെയായി 20ഓളം പേരുണ്ട് ഈ ആദിവാസി കോളനിയിൽ. എന്നാൽ ഇവർക്കു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും ബന്ധപ്പെട്ട അധികൃതരോ ജനപ്രതിനിധികളോ തയ്യാറായിട്ടില്ലെന്നതാണ് കോളനി നിവാസികൾ തന്നെ പറയുന്നത്. വർഷങ്ങളോളമായി ഇവർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് തങ്ങളുടെ കുട്ടികളെ പട്ടിണിക്കിടേണ്ടി വരുമ്പോൾ ഹൃദയം നീറുന്ന രക്ഷിതാക്കളുടെ ഈ കുടിലുകളിൽ വാവിട്ടുകരയുന്ന പിഞ്ചോമനകളെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ പൊട്ടിക്കരയുന്ന അമ്മമാരുള്ള കുടിലുകളാണിത്. എന്നാൽ ഇതൊന്നും ആരും കാണുന്നില്ലെന്നു മാത്രം. വയറു നിറച്ച് ആഹാരം കഴിക്കണമെന്നൊന്നും ഇവർക്കില്ല. എന്നാൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും ഈ കുടുംബങ്ങൾക്ക് വീതം വെച്ച് കഴിക്കുവാനുള്ള ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത്. പേരില്ല, കക്കൂസില്ല, ഒന്നുമില്ല. ഇവിടെ ഒരു സാക്ക് കിട്ടും, മേലെ ഒരു സാക്ക് കിട്ടും. വോട്ട് പോയൊരു കാര്യമില്ല, പൈസയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. വെറുതെ പോലും വന്ന് പറയും പൈസ കിട്ടുമെന്ന്. ജയിച്ചിട്ട് തരാൻ പറഞ്ഞു, പിന്നെ കിട്ടിയില്ല പൈസ. അല്ല തന്നെ മറ്റേ ഇസ്മായിലൊക്കെ പറഞ്ഞു. ഇല്ല, ആരും വന്നില്ല, പോസ്റ്റർ പൊട്ടിച്ചിരുന്നു. സമീപത്തെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരിയും മറ്റുമാണ് ഒരു പരിധിവരെ പട്ടിണിക്ക് ആശ്വാസം നൽകുന്നത്. തേൻ ശേഖരിച്ച് നടന്ന് ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന ഇവർക്ക് കാടുകളിൽ നിന്നും തേൻ കിട്ടാതായപ്പോൾ വിറകുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തി വരുമാനമാർഗം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പ്രായമായ കോളനി നിവാസികൾ. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുമ്പോഴും അധികൃതരുടെ അവഗണന മാത്രമാണ് ഇവർക്കുള്ളത്. ദുരിത ജീവിതം തുറന്നുകാട്ടി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് നിവേദനം നൽകിയെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഇവർക്കുണ്ടായിട്ടില്ല. ഓലമേഞ്ഞിരുന്ന ഇവരുടെ കുടിലുകൾ കണ്ട നിലമ്പൂരിലെ IGMMR സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വീടുകൾക്ക് ഷീറ്റിട്ടു കൊടുത്തത്. ഇതൊക്കെ അധികൃതർ അറിയുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ കോളനി നിവാസികൾ ദുരിതമനുഭവിക്കുന്നുണ്ട്. അത് ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഞങ്ങൾക്ക് വെറുതെ കിട്ടുന്നുണ്ട്, രസം പിടിഞ്ഞേ മുന്നൊക്കെ ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾക്ക് തന്നെ അങ്ങനെയൊക്കെ പറയണ്ടോ, എന്താ ചായം ചെയ്യുമോന്നൊന്നും അറിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്ററുകൾ ഇവരുടെ വീടുകൾക്ക് മുന്നിലുണ്ട്. വോട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടുകൾ ഒന്നുമില്ല ഈ കോളനി നിവാസികൾക്ക്. അതുകൊണ്ട് തന്നെ പലരുടെയും ചൂഷണത്തിന് വിധേയമായ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്തു. വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഇവർ പറയുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ഇവരുടെ അവസ്ഥ. പിന്നെ വെള്ളവുമില്ല, വീടുമില്ല, സ്വന്തമായിട്ടൊരു വീടുമില്ല. പിന്നെ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെടുന്നൊരു ജീവിതമാണ് അവരുടെ ജീവിതം. അവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഇതിലെന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവരെ ബുദ്ധിമുട്ടിക്കാതെ
വളരെ അവരുടെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിലാക്കി പിന്നെ സർക്കാർ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു പഞ്ചായത്താണ് പുലാമന്തോള പഞ്ചായത്ത്. പുലാമന്തോള പഞ്ചായത്ത് വളരെ പിന്നെ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പിന്നെ TV ചാനലിലൂടെയും വളരെ അറിയപ്പെട്ടൊരു പഞ്ചായത്താണ് പുലാമന്തോള പഞ്ചായത്ത്. അവാർഡ് വരെ നേടിയ ഒരു പഞ്ചായത്താണ്. പക്ഷേ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനെന്തെങ്കിലും സർക്കാരുടെ ഭാഗത്തു നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന്. അധികാരികൾ കാണാതെ പോയ ജീവിതങ്ങൾക്ക് ഇനി ഒരു അർത്ഥമുണ്ടാകുമോ? തുടർന്നുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്ക് പരിഹാരമുണ്ടാകുമോ? ഇതെല്ലാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ഏറെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഗ്രാമപഞ്ചായത്താണ് പുലാമന്തോള ഗ്രാമപഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്തിലെ ഒരു ആദിവാസി കോളനിയിലെ ദുരിതമാണ് ഈ കാണുന്നത്.